الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور. فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير. وقد نصب الصراط لكي يجوزوا فمنهم من يكب على الشمال ومنهم من يسير لدار عدن تلقاه العرايس بالغوالي يقول له المهيمن يا ولي غفرت لك الذنوب فلا تبالي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹ്ശറിൽ വെച്ച് നടക്കുവാൻ പോകുന്ന അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും നാം ഇതിനകം സംസാരിക്കുകയുണ്ടായി. സ്വർഗ നരകങ്ങളിലേക്ക് അല്ലാഹു ആളുകളെ വേർതിരിക്കുകയും അങ്ങനെ നരകാഗ്നിയിലേക്കും സ്വർഗത്തിലേക്കുമൊക്കെ ആളുകളെ മാറ്റി നിർത്തുന്ന, അവരെ അതിലേക്ക് നയിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി കൊണ്ട് നടക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട വസ്തുതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ പരലോകത്ത് വെച്ച് മഹ്ശറിൽ വെച്ച് അദ്ദന മുഅദ്ദിനുൻ, ഒരു വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറയും. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം, വിചാരണക്കും ഗ്രന്ഥം നൽകപ്പെടലിന് ഒക്കെ എല്ലാം ശേഷം, നന്മ തിന്മകളൊക്കെ തൂക്കിയ മീസാനിന്റെയും ഒക്കെ ശേഷം ഒരു വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുക? ലിതത്തബിഉ കുല്ലു ഉമ്മത്തിൻ മാ കാനത് തഅബുദു,
എല്ലാ ഓരോ സമുദായവും പിൻപറ്റട്ടെ, എല്ലാ ഓരോ സമൂഹങ്ങളും പിന്തുടർന്നു പോകട്ടെ. മാ കാനത്ത് തഅ്ബുദു, അവരാരെയാണോ ആരാധിച്ചിരുന്നതെങ്കിൽ അവരുടെ പിന്നാലെ പൊയ്ക്കോട്ടെ. ആരെയൊക്കെ ആരാധിച്ചിരുന്നുവോ, ഏതൊക്കെ സമൂഹങ്ങൾ ആരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പിന്നാലെ അവര് പൊയ്ക്കോട്ടെ. ഫലാ യബ്ഖാ അഹദുൻ കാന യഅ്ബുദു ഗൈറല്ലാഹി സുബ്ഹാനഹു മിനൽ അസ്നാമി വൽ അൻസാബി ഇല്ലാ യതസാഖതൂന ഫിന്നാർ. റബ്ബല്ലാത്തവരെ ആരാധിച്ച ആരൊക്കെയുണ്ടോ, അങ്ങനെ ആരാധിക്കപ്പെട്ടവർ മിനൽ അസ്നാമി വൽ അൻസാബി, വിഗ്രഹങ്ങളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്, അങ്ങനെ മുഴുവൻ ആളുകളും അവരുടെ പ്രതിഷ്ഠകളും അവരുടെ നേതാക്കളും ഇല്ലാ യതസാഖതൂന ഫിന്നാർ, നരകത്തിൽ അവര് വീഴുകയായി. ഹത്താ ഇദാ ലം യബ്ഖ ഇല്ലാ മൻ കാന യഅ്ബുദുല്ലാഹ്, അങ്ങനെ അവസാനം പിന്നെ ബാക്കിയാകുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളാണ്, റബ്ബിനെ മാത്രം ആരാധിച്ച് കഴിച്ചു കൂട്ടിയ ആളുകളാണ്. അവരിൽ മിൻ ബർരിൻ, പുണ്യവാന്മാരുണ്ട്, വഫാജിരിൻ, തെമ്മാടിത്തം പ്രവർത്തിച്ച പാപികളായ ആളുകളുമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുദ്അൽ യഹൂദ്, യഹൂദികൾ വിളിക്കപ്പെടും, യഹൂദികളോട് ചോദിക്കപ്പെടും, മാ കുന്തും തഅ്ബുദൂന, നിങ്ങൾ എന്തിനെയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നത്? ജൂതന്മാരോട് ചോദിക്കുകയാണ്, യഹൂദികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ്, എന്തിനെയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നത്? ഖാലു, അവര് പറയും, കുന്നാ നഅ്ബുദു ഉസൈർ ഇബ്നല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പുത്രനായ ഉസൈറിനെയായിരുന്നു ആരാധിച്ചിരുന്നത്. ഞങ്ങൾ അല്ലാഹുവിന്റെ പുത്രനായ ഉസൈറിനെയായിരുന്നു ആരാധിച്ചിരുന്നത് എന്ന് യഹൂദികൾ പറയാണ്. ഫയഖാലു, അപ്പോൾ അവരോട് പറയപ്പെടും, കദബത്തും, നിങ്ങൾ കളവാണ് പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെ മോനെന്നല്ലേ ഉസൈറിനെ കുറിച്ച് പറഞ്ഞത്, അത് വലിയ കളവാണ്. കാരണം മത്തഖദല്ലാഹ് മിൻ സാഹിബത്തിൻ വലാ വലദിൻ, അല്ലാഹു ഒരു ഇണയെയോ ഒരു സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. അല്ലാഹുവിന് ഇണയില്ല, അവന് സന്താനവുമില്ല. പിന്നെ നിങ്ങൾ ഉസൈറിനെ അല്ലാഹുവിന്റെ മോനാണെന്ന് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഫമാദാ തബ്ഗൂൻ, നിങ്ങളിപ്പോൾ ഇവിടെ വെച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഉസൈറിനെ ആരാധിച്ച, അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞ ഉസൈറിനെ ആരാധിച്ച യഹൂദികളോട് ചോദിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇവിടെ ആവശ്യം, എന്തിനാണിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹം തോന്നുന്നത് എന്ന് യഹൂദി സമൂഹത്തോട് ചോദിക്കുമ്പോൾ, ഖാലൂ, അവരൊന്നടങ്കം പറയും, അതിശ്നാ യാ റബ്ബനാ ഫസ്ഖിനാ, ഞങ്ങൾക്ക് വല്ലാത്ത ദാഹമുണ്ട് ഞങ്ങളുടെ റബ്ബേ, അതുകൊണ്ട് ഞങ്ങൾക്കിറ്റ് വെള്ളം തന്നാലും, ഞങ്ങൾക്കിത്തിരി വെള്ളം കുടിപ്പിച്ചാലും എന്ന് ദാഹിച്ച് വിവശരായി കൊണ്ടവര് പറയുമ്പോൾ, ഫയുശാറു ഇലൈഹിം, അവരിലേക്കതാ ചൂണ്ടിക്കാണിക്കപ്പെടും, നരകം ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ട് അവരോട് പറയും, അലാ തരിദൂന, അങ്ങോട്ട് പൊയ്ക്കൂടെ, അങ്ങോട്ട് പൊയ്ക്കോ എന്നവരോട് പറയപ്പെടുകയും, ഫയുഹ്ശറൂന ഇലന്നാർ, നരകത്തിയിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ആ നരകാഗ്നി ഏതുപോലെയുണ്ട്, കഅന്നഹാ സറാബുൻ, മരുഭൂമിയിലെ കാനൽ ജലം പോലെ ഇങ്ങനെ തിളച്ച്, യഹ്തിമു ബഅദുഹാ ബഅദൻ, അത് ചിലതിന്മേൽ ഇങ്ങനെ അട്ടിക്കട്ടിയായി നിർത്തപ്പെട്ട രൂപത്തിലുള്ള കഠിന കഠോരമായ ആ നരകാഗ്നിയിലെ തിളച്ച ആ വെള്ളമെന്ന് തോന്നുന്ന സ്ഥലത്തോട് അവരോട് പറയുകയാണ്, അങ്ങോട്ട് പൊയ്ക്കോ. ഫയതസാഖതൂന ഫിന്നാർ, അങ്ങനെ ഉസൈറിനെ ആരാധിച്ച യഹൂദി സമൂഹം മുഴുവനും അതാ നരകാഗ്നിയിൽ വീഴ്ത്തപ്പെടുന്നു. അവരെ മുഴുവനും നരകത്തിലേക്ക് നീക്കപ്പെടുകയാണ്. റബ്ബല്ലാത്തവരെ ആരെയൊക്കെ ആരാധിച്ചോ അവരൊക്കെ പിന്നാലെ പൊയ്ക്കോന്നാ പറയണത്. അങ്ങനെ ഉസൈറിനെ ആരാധിച്ചവരോട് റബ്ബ് നരകാഗ്നിയിലേക്ക് പോകാൻ പറയുന്നു. പിന്നീട് നസറാനികൾ വിളിക്കപ്പെടുന്നു, ക്രൈസ്തവര്. ഫയുഖാലു ലഹും, അവരോട് പറയപ്പെടും, മാ കുന്തും തഅ്ബുദൂന, നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത്? അവര് പറയും, കുന്നാ നഅ്ബുദുൽ മസീഹ ഇബ്നല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ മോനായ ഈസയെ, മസീഹ് ഈസ അലൈഹിസ്സലാം,
ആ മസീഹിനെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്. ഫയുഖാലു ലഹും, അവരോടും പറയപ്പെടും, കദബത്തും, നിങ്ങളും വലിയ കളവാണ് അള്ളാന്റെ പേരിൽ പറഞ്ഞത്. നിങ്ങൾ മസീഹിനെ അള്ളാന്റെ പുത്രനെന്നല്ലേ വിശ്വസിച്ചതും പറഞ്ഞതും പ്രചരിപ്പിച്ചതും ആരാധിച്ചതും? മത്തഹദല്ലാഹ്, വാസ്തവത്തിൽ അല്ലാഹ് സ്വീകരിച്ചിട്ടില്ലല്ലോ. മിൻ സാഹിബത്തിൻ വലാ വലദിൻ, ഒരു ഇണയെയോ ഒരു സന്താനത്തെയോ അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ അവരോടും ചോദിക്കും, എന്താ നിങ്ങൾക്ക് ഇവിടെ ആഗ്രഹം? അവരും യഹൂദികൾ പറഞ്ഞതുപോലെ തന്നെ പറയും, അതിശിനാ യാ റബ്ബനാ ഫസ്ഖിനാ, ഞങ്ങളുടെ റബ്ബേ വല്ലാത്ത ദാഹമുണ്ട്, നീ ഞങ്ങൾക്ക് ദാഹജലം തന്നാലും വെള്ളം തന്നാലും കുടിപ്പിച്ചാലും എന്ന് പറയുമ്പോൾ ഫയുശാറു ഇലൈഹിം, അവരിലേക്കും സൂചന നൽകപ്പെടുകയാണ്, അലാ തരിദൂന, അങ്ങോട്ട് പോയിക്കോ. ഫയുഹ്ശറൂന ഇലാ ജഹന്നമ കഅന്നഹാ സറാബുൻ യഹ്തിമു ബഅദുഹാ ബഅദാ ഫയതസാഖതൂന ഫിന്നാർ. അവരും ആ കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് വീഴ്ത്തപ്പെടുകയായി. അങ്ങനെ ആരെയൊക്കെ ആരാധിച്ചോ എല്ലാ വിഭാഗം ആളുകളോടും അവരാരെയാണോ ആരാധിച്ചിരുന്നതെങ്കിൽ അവരുടെ പിന്നാലെ പൊയ്ക്കോളാൻ പറയുകയാണ്. അതേ അവസരത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ശംസിനെ ആരാധിച്ചവർ, സൂര്യനെ ആരാധിച്ചവർ, ചന്ദ്രനെ ആരാധിച്ചവർ, നക്ഷത്രങ്ങളെ ആരാധിച്ചവർ, വിഗ്രഹങ്ങളെ ആരാധിച്ചവർ, കല്ലുകളെ പൂജിച്ചവർ, അങ്ങനെ മലക്കുകളെ ആരാധിച്ചവർ, മഹാന്മാരെ ആരാധിച്ചവർ, ഇവരെയൊക്കെ ആ സ്വനാമുകളും വിഗ്രഹങ്ങളും ഒക്കെ നരകത്തിയിലേക്ക് തട്ടപ്പെടുമ്പോൾ ഉസൈർ അലൈഹിസ്സലാമിനെ ആരാധിച്ചവർ, ഈസാ നബിയെ ആരാധിച്ചവർ, മഹത്തുക്കളെ ആരാധിച്ചവർ, മലക്കുകളെ ആരാധിച്ചവർ, അവരൊന്നും കുറ്റക്കാരല്ലല്ലോ. ആ മഹാന്മാരായ പ്രവാചകന്മാര് കുറ്റക്കാരല്ല എന്നർത്ഥം. എന്നാൽ ആ പ്രവാചകന്മാരുടെ പിന്നാലെ ആ പ്രവാചകന്മാരെ നരകത്തിയിലിടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അവിടെയൊക്കെ മുഫസ്സിരീങ്ങളും ഈ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരും പറയുന്നത്, തങ്ങളുടെ ഇഷ്ടപ്രകാരമല്ലാതെ തങ്ങളെ ആരാധിച്ചിട്ടുള്ള മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ ഒരു രൂപം അവിടെ മഹ്ശറിൽ കൊണ്ടുവരപ്പെടും. അവരുടെയൊക്കെ ഒരു രൂപം, ആ രൂപത്തിന്റെ പിന്നാലെ ഈസാ നബിയെ ആരാധിച്ചവരതാ ഈസാ അലൈഹിസ്സലാമിന്റെ ഒരു രൂപം, ഉസൈർ അലൈഹിസ്സലാമിന്റെ രൂപം, അങ്ങനെ മഹാത്മാരുടെ രൂപം, ആ രൂപത്തിന്റെ പിന്നാലെ അവരെ പിന്തുടർന്ന് ആ രൂപങ്ങളും അവരും അങ്ങ് നരകത്തിയിലേക്ക് തട്ടപ്പെടുന്ന, തള്ളിയിടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ആരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടോ അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളാൻ വേണ്ടി, അവരുടെ പിന്നാലെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവരെ മുഴുവനും, മുശ്രിക്കുകളെയും കാഫിറുകളെയും മുഴുവനും നരകത്തിയിലേക്ക് തള്ളിവിടപ്പെടുന്നു. കാഫിറുകൾ നരകത്തിയിലേക്ക് പോകുന്ന രംഗവും അവരെ അതിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രംഗമൊക്കെ പരിശുദ്ധ ഖുർആൻ പല ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുശ്രിക്കുകളും കാഫിറുകളുമായ ആളുകൾ നരകാഗ്നിയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രൂപങ്ങൾ ധാരാളം ആയത്തുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേ മൃഗങ്ങളുടെ കൂട്ടങ്ങളെ തെളിച്ചു കൊണ്ടുപോകും പോലെ ആ മൃഗത്തെ തെളിക്കുന്ന വ്യക്തി വളരെ ശക്തമായി അവരെ അടിച്ച് മുന്നോട്ട് നയിക്കുന്നത് പോലെ, വളരെ പരുക്കൻ സ്വരത്തിൽ തള്ളിവിടുന്നത് പോലെ അട്ടഹസിക്കപ്പെട്ടുകൊണ്ട് അതേ ഒരു മൃഗങ്ങളെ മേക്കുന്ന മേക്കുകാരൻ, മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, കമാ യഫ്അലു റായി ബിബഖരിഹി ഔ ഗനമിഹി, ആട്ടിനെ മേക്കുന്ന, പശുക്കളെ മേക്കുന്ന ഇടയൻ അവയെ തള്ളി അങ്ങോട്ട് നീക്കും പോലെ അവര് ജഹന്നമിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ, കൂട്ടം കൂട്ടമായി അവിശ്വാസികൾ നരകാഗ്നിയിലേക്ക് തൊളിക്കപ്പെടുന്നു, നയിക്കപ്പെടുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൂറിൽ പറഞ്ഞത്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, ജഹന്നമിന്റെ തീയിലേക്ക് ഒരു തള്ളിവിടലങ്ങ് തള്ളിവിടപ്പെടുന്ന ദിവസം, ഒന്നി തള്ളിവിടപ്പെടുകയാണ്. മൃഗങ്ങളെ ഒന്നാകെ കൂട്ടം കുത്തി ഒഴുകുന്ന മൃഗങ്ങളെ മേക്കുകാരൻ തള്ളിവിടും പോലെ ഇവരെ വളരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നരകാഗ്നിയിലേക്ക് അവരെ തള്ളിവിടപ്പെടുകയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനിയും വിശദീകരിക്കപ്പെട്ടതിൽ കാണാം, വയൗമ യുഹ്ശറു അദാഉല്ലാഹി ഇലന്നാർ, അല്ലാഹുവിന്റെ ശത്രുക്കളതാ നരകത്തിയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. ഫഹും യൂസഊന, അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. അവരെ ഇങ്ങനെ പ്രത്യേകം സംഘങ്ങളായി കൊണ്ടുപോയി തള്ളിവിടുകയാണ്. അതായത് വിശദീകരണങ്ങളിൽ കാണാം, തജ്മഉഹുമുസ് സബാനിയ,
ആ നരകത്തിന്റെ കാവലിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായ, കരുണ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നിലക്കുള്ള മല്ലന്മാരായ മലക്കുകൾ ഈ പാപികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവ്വലഹും അലാ ആഖിരിഹിം, അവരുടെ ആദ്യത്തവരെയും അവസാനത്തവരെയും ഒക്കെ കവായഫ്അലുൽ ബശറു ബിൽ ബഹായിബി, മനുഷ്യരതാ മൃഗങ്ങളെ അങ്ങ് ഒരുമിച്ച് കൂട്ടി ഒറ്റ തള്ളലങ്ങ് തള്ളുമ്പോലെ നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അങ്ങനെയാണ് കാഫിറുകളും മുശ്രിക്കുകളും ഒക്കെ നരകാഗ്നിയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇനിയും വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, അവർ നരകാഗ്നിയിലേക്ക് വലിച്ചു കൊണ്ടുപോകപ്പെടുന്നത് അവരുടെ മുഖങ്ങളിന്മേലായിക്കൊണ്ടാണ്. നടന്നുകൊണ്ടല്ല, നടത്തിക്കൊണ്ടല്ല അവരെ നരകത്തിയിലേക്ക് കൊണ്ടുപോകുന്നത്, അവരുടെ മുഖങ്ങളിന്മേൽ വലിച്ചഴച്ചുകൊണ്ടാണ്. ദുനിയാവിൽ അവര് കാലുകളിന്മേൽ സഞ്ചരിച്ചിരുന്നത് പോലെയല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 34-ാമത്തെ ആയത്തിലൂടെ വ്യക്തമായി പറഞ്ഞു, അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നമ ഉലൈക ശർറും മകാനാ വഅദല്ലു സബീലാ. അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം, തങ്ങളുടെ മുഖങ്ങളിന്മേലായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ. എങ്ങോട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു? ഇലാ ജഹന്നമ, കത്തിയാളുന്ന നരകത്തിയിലേക്ക് മുഖം വലിച്ചഴച്ച് മുഖം മുഖേനയാണ് അവരുടെ സഞ്ചാരം, കാലുകളിലൂടെയല്ല. അക്കൂട്ടരാണ് സ്ഥാനത്താൽ ഏറ്റവും ചീത്തയായ സ്ഥാനം കിട്ടുന്നവരും മാർഗത്താൽ ഏറെ വഴിപിഴച്ചവരും അവര് തന്നെ. എങ്ങനെയാണ് ഈ മുഖത്തുമ്മ നടക്കുക? കാലുകൊണ്ട് നടന്നിട്ടല്ലേ പരിചയമുള്ളൂ. ഇതെങ്ങനെയാ മുഖം കൊണ്ട് നടന്ന് നരകത്തിലേക്ക് വലിച്ചു പോകൽ? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതി കൊടുത്തപ്പോൾ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ യുഹ്ശറുൽ കാഫിറു അലാ വജ്ഹിഹി യൗമൽ ഖിയാമah, എപ്രകാരമാണ് നബിയെ കാഫിർ അവന്റെ മുഖങ്ങളിന്മേലായിക്കൊണ്ട് നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് പറഞ്ഞില്ലേ? അത് ഖിയാമത്ത് നാളിൽ എങ്ങനെയാണ് ആ ഒരുമിച്ച് കൂട്ടൽ മുഖങ്ങളിന്മേൽ? ഖാലാപ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുന്നു, അവിടുന്ന് പറയുകയാണ്, അലൈസല്ലദീ അംശാഹു അലാ റിജ്ലൈഹി ഫിദ്ദുനിയാ ഖാദിറുൻ അൻ യംശിയഹു അലാ വജ്ഹിഹി യൗമൽ ഖിയാമah. അലൈസല്ലദീ അംശാഹു, അവനെ നടത്തിയ റബ്ബ് കഴിവുള്ളവനല്ലയോ? അലാ റിജ്ലൈഹി, അവന്റെ ഇരു കാലുകളിന്മേൽ, ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ വെച്ച് രണ്ട് കാലിന്മേൽ നടത്തിച്ച റബ്ബ് കഴിവുള്ളവനല്ലയോ? ഖാദിറുൻ, അവൻ കഴിവുള്ളവനല്ലയോ? അൻയുംശിയഹു അലാ വജ്ഹിഹി യൗമൽ ഖിയാമah, ഖിയാമത്ത് നാളിൽ അവന്റെ മുഖങ്ങളിന്മേൽ നടത്തിക്കാൻ അല്ലാഹുക്ക് വല്ല പ്രയാസമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഇല്ല, ഒരു പ്രയാസമില്ല. കാലിന്മേൽ നടക്കാൻ പറഞ്ഞ അതിനുവേണ്ടി കഴിവ് നൽകിയ റബ്ബിന് നാളെ മഹ്ശറിൽ അവിശ്വാസികളെ അവരേറ്റവും പരിഹസിക്കുന്ന, പീഡിപ്പിക്കുന്ന നിലക്ക് തന്നെ മുഖത്തിന്മേല അവരുടെ നടത്തം എന്നാണ്. അങ്ങനെ നടന്നിട്ടാണ്, മുഖം ഉരസിക്കൊണ്ടാണ് നരകാഗ്നിയിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. പരിശുദ്ധ ഖുർആൻ പറയാണ്. അതുപോലെ തന്നെ വനഹ്ശുറുഹും യൗമൽ ഖിയാമah, സൂറത്തുൽ ഇസ്രായിലെ 97-ാമത്തെ ആയത്തിലും വന്നു, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയം വബുക്മൻ വസുമ്മാ വഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. വനഹ്ശുറുഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. എങ്ങനെ? അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിന്മേലായിട്ട്, മുഖങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടാണ് അവരെ നരകത്തിയിലേക്ക് വലിച്ചഴക്കപ്പെടുന്നത്. മാത്രമല്ല എന്നവരെ അന്ധന്മാരാണ്, വബുക്കുമൻ, സംസാരിക്കാൻ കഴിയാത്ത ഊമകളാണ്, വസുമ്മൻ, ഒന്നും കേൾക്കാൻ കഴിയാത്ത ബധിരന്മാരുമാണ്. വഅവാഹും ജഹന്നം, അവർക്ക് സങ്കേതം നരകം തന്നെയാണ്. ആ നരകത്തിയുടെ പ്രത്യേകത, കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ, അതിന്റെ നാളങ്ങൾ അണഞ്ഞു പോകുന്നു എന്ന് തോന്നുമ്പോഴേക്ക് അതിന്റെ ആളിക്കത്തൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിന്റെ കത്തിയാളൽ. സഹോദരന്മാരെ, ഇതൊക്കെ അള്ളാഹു നരകത്തിയെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം.
എപ്പോഴും ഓർമ്മ വേണം, 5 നേരത്തെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പേ 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവല് ചോദിച്ചിട്ടല്ലാതെ നിസ്കാരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരമിച്ചിട്ടില്ല. അതിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു എന്ന്. ജഹന്നം അത് വളരെ വിശാലമായി തന്നെ നമുക്ക് വേറെ വിശദീകരിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അള്ളാഹു ഇവിടെ പറയുന്നത് നരകാഗ്നിയിലേക്ക് ജനങ്ങളെ കാഫിറുകളും മുശ്രിക്കുകളും ഒക്കെ നേരത്തെ തന്നെ അവരുടെ ആരാധ്യരോടൊപ്പം, അല്ലെങ്കിൽ ആരാധ്യരുടെ രൂപങ്ങളോടൊപ്പം, ആ കല്ലുകളോടൊപ്പം, പ്രതിമകളോടൊപ്പം അവർ നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അതാണ് ഖുർആൻ ഇനിയും പറയുന്നത് സൂറത്തു സാഫാത്ത് 22-23 ആയത്തുകളിൽ. വഹ്ശുറുൽ ലദീന ളലമൂ വഅസ്വാജഹും വമാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം. മലക്കുകളോട് റബ്ബിന്റെ ഓർഡർ, വഹ്ശുറുൽ ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ചവരെ ഒരുമിച്ച് കൂട്ടൂ. അക്രമം പ്രവർത്തിച്ചവര് ശിർക്ക് ചെയ്തവരാണ് ഇവിടെ ളുൽമ കൊണ്ട് ഉദ്ദേശം. ഇന്ന ശിർക ലളുൽമുൻ നളീം, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത സംഗതിയാണത്. നരകം അവർക്ക് കാലാകാലം നരകമാണ്. ഒരു കാലഘട്ടത്തിലും അല്ലാഹു തആല പൊറുക്കുകയില്ല. അല്പം പോലും ലവലേശം അല്ലാഹു ഇളവ് നൽകൂല എന്ന് പറഞ്ഞതാണ് ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയാൽ. അത് ഖുർആനിന്റെ നസ്സാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നിശ്ചയം അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കൂല. അതിൽ താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. ഉറപ്പൊന്നുമില്ല. അതല്ലാത്തത് ചിലപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് പുറത്തു കൊടുത്തേക്കും. പക്ഷെ മുശ്രിക്കിന്, കാഫിറിന്, കാഫിറായി മരിച്ച, മുശ്രിക്കായി മരിച്ച, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയിട്ടുള്ളവന് ഒരു കാലത്തും നരകാഗ്നിയിൽ നിന്ന് ഭോജനമില്ല. അങ്ങനത്തെവരെ റബ്ബ് ഒരുമിച്ച് കൂട്ടാൻ പറയുന്നു. വാസുവാജഹും, അവരുടെ ഇണകളെയും, വമാ കാനൂ യഅ്ബുദൂൻ, അവരെ ആരാധിച്ചിരുന്നവരെ മുഴുവനും മിൻ ദൂനില്ലാഹ്, റബ്ബിന് പുറമെ ആരാധിച്ചിരുന്ന ആരൊക്കെയുണ്ട്, കല്ലും ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ. എന്നിട്ട് അവരെ മുഴുവനും കത്തിയാളുന്ന നരകത്തിയിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെടുകയാണ്. ആ നരകത്തിന്റെ സമീപത്തേക്ക് കാഫിറുകൾ എത്തും, മുശ്രിക്കുകളുമൊക്കെ നരകത്തിയുടെ സമീപത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ അവരുടെ കാതുകളിൽ ഇങ്ങനെ അതിഭീകരമായ ശബ്ദം വന്നലക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നരകത്തിയിൽ എത്തുന്നും വേണ്ട, നരകത്തിയോടടുക്കുന്നതിന്റെ എത്രയോ കാതം ഇപ്പുറത്ത് വെച്ച് തന്നെ നരകാഗ്നിയിലേക്ക് എറിയപ്പെടാൻ പോകുന്ന ആളുകളുടെ കാതുകളിൽ നരകത്തിയുടെ ഹൂങ്കാര ശബ്ദങ്ങൾ വന്നലച്ച് പേടിച്ചരണ്ട് ഹൃദയം നടുങ്ങി നരകത്തിൽ എത്തുന്നതിന്റെ മുമ്പേ അവരുടെ ഭീതിജനകമായ അവസ്ഥ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 12-ാമത്തെ ആയത്ത്, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ഇദാ റഅതുഹും, ആ നരകം അവരെ കണ്ടാൽ, ആ നരകം അവരെ കണ്ടാൽ, മിൻ മകാനിൻ ബഈദ്, വളരെ ദൂര സ്ഥലത്ത് നിന്ന് തന്നെ നരകം അവരെ കാണുമ്പോ, സമിഉ ലഹാ, അതിലേക്ക് തെളിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഈ കാഫിറുകളും മുശ്രിക്കുകളും അതാ കേൾക്കുകയായി, തഗയ്യുലൻ, അതിന്റെ രോഷം. നരകത്തിനൊരു രോഷം പ്രകടിപ്പിക്കലുണ്ട്, കോപിക്കൽ. ആ നരകാഗ്നിയുടെ കോപം, വസഫീറ, അതിന്റെ ചുടുനിശ്വാസവും, അത് പുറത്തുവിടുന്ന അതിന്റെ ഹുങ്കാര ശബ്ദവും, ഒരു പ്രത്യേകമായ ഭീകരമായ ശബ്ദവും, അതിന്റെ തിളക്കലും, അതിന്റെ രോഷപ്രകടനവുമൊക്കെ നരകത്തിയിൽ എത്തുന്നതിന്റെ മുമ്പേ കാഫിറുകളും മുശ്രിക്കുകളും അനുഭവിക്കേണ്ടി വരികയാണെന്ന് അള്ളാഹു കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ സമീപത്താണ്ടെത്തി അതിലേക്ക് വീണിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ ഭീകരമായ ദൃശ്യങ്ങൾ ദൃശ്യമാകുന്നതോടുകൂടി സർവ അവിശ്വാസികൾക്കും വല്ലാതെ ഖേദം വരികയാണ്. ഒന്ന് വിശ്വാസിയായി തിരികെ പോകാൻ ഒരു ചാൻസ് കിട്ടുമോ എന്ന് അവർ വ്യാമോഹിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. നരകത്തെ കാണുമ്പോഴേക്ക് തന്നെ വ്യാമോഹം തുടങ്ങും. എന്താ വ്യാമോഹം? സൂറത്തുൽ അൻആം 27-ാമത്തെ ആയത്തിൽ കാണാം, വലൗ തറാ ഇദ വഖിഫൂ അലൻ നാരി ഫഖാലൂ യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ
വനകൂന മിനൽ മുഅ്മിനീൻ. നബിയേ, താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ ഇത് വഖിഫു അലന്നാരി, ആ വിശ്വാസികളതാ നരകത്തിയുടെ വക്കത്തിങ്ങനെ നിർത്തപ്പെട്ടിരിക്കുന്ന രംഗം. നരകത്തിയിൽ എടുത്തെറിയപ്പെട്ടിട്ടില്ല, നരകത്തിയുടെ സമീപത്തെത്തിയിട്ടേയുള്ളൂ. ആ നരകാഗ്നിയുടെ സമീപത്ത് നിർത്തപ്പെടുന്ന രംഗത്തിൽ ഫഖാലു, അവര് പറയും, മട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ട് പറയും, യാ ലൈതനാ നുറദ്ദു, ഞങ്ങളൊന്ന് മടക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങൾക്ക് ഒന്നും കൂടി തിരിച്ചു പോകാൻ ഒരു ചാൻസ്, ഒന്ന് മടക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ, ഞങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളെ ഞങ്ങൾ കളവാക്കിയാണ് ശീലിച്ചത്. ആര് ഞങ്ങളോട് ആയത്തോതിയാലും ഹദീസോതിയാലും റബ്ബിന്റെ നിയമങ്ങൾ പറഞ്ഞാലും അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ കളവാക്കിയിട്ടാണ് ശീലിച്ചത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്യാതിരുന്നെങ്കിൽ വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അന്ന് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടൊന്ന് മടക്കം കിട്ടുമോ റബ്ബേ എന്ന നരകത്തിയുടെ വക്കത്ത് നിൽക്കുന്ന നേരത്ത് പോലും കാഫിറുകളും മുശ്രിക്കുകളും വ്യാമോഹം പ്രകടിപ്പിക്കുമെന്ന് ഖുർആൻ സൂറത്തുൽ അൻആമിലെ 27-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. പക്ഷെ ഒരു മാർഗവുമില്ല, ഒരു മാർഗവും പരലോകത്ത് ആർക്കുമില്ല. സൂറത്തുൽ കഹ്ഫ് 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വറഅൽ മുജ്രിമൂന അന്നാർ ഫളന്നു അന്നഹും മുവാഖിഉഹാ വലം യജിദൂ അൻഹാ മസ്രിഫാ. കുറ്റവാളികൾ നരകം കാണുന്ന നേരം, പാപികൾ കുറ്റവാളികൾ നരകം കാണുന്ന നേരം, ഫളന്നു, അപ്പോൾ അവർക്ക് പൂർണ്ണമായും ബോധ്യമായി കഴിഞ്ഞു, അന്നഹും മുവാഖിഉഹാ, അവരാ നരകത്തിൽ ഇതാ വീഴാൻ പോവുകയാണെന്ന് പൂർണ്ണമായും ബോധ്യമായി കഴിഞ്ഞു. വലം യജിദൂ അൻഹാ, അതിൽ നിന്ന് മസ്രിഫൻ, ഒരു രക്ഷപ്പെടാനുള്ള സ്ഥലവും ഒരു തിരിഞ്ഞു പോകാനുള്ള സ്ഥലവും അവർക്ക് കണ്ടെത്താൻ സാധ്യമല്ല തന്നെ. അങ്ങനെ എല്ലാവരും ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ റബ്ബല്ലാത്തവരെ ആരാധിച്ച മുഴുവൻ കക്ഷികളെയും അവർക്ക് പിന്നെ സിറാത്ത് പാലത്തുമ്മൽ കൂടിയുള്ള നടത്തൊന്നുമില്ല. സിറാത്ത് പാലത്തുമ്മൽ കൂടിയുള്ള നടത്തം സ്വർഗത്തിലേക്ക് പോകുന്ന വിശ്വാസികൾക്കും അതുപോലെ തന്നെ വിശ്വാസികളിൽ തന്നെ പാപികളായ ആളുകൾക്കും അതുപോലെ തന്നെ കുഫർ എത്തിയിട്ടില്ലാത്ത മറ്റു ചില പാപങ്ങളും കാപട്യങ്ങളും നിമിത്തം വന്നിട്ടുള്ള മുനാഫിക്കീങ്ങൾക്കുമൊക്കെയാണ് സിറാത്ത് പാലത്തിലൂടെയുള്ള നടത്തമുള്ളത്. അല്ലാത്തവരൊക്കെ അതിന്റെ മുമ്പേ നരകത്തിയിലേക്ക് എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞു. കാഫിറും മുശ്രിക്കൊന്നും സിറാത്തിന്റെ മുകളിൽ കൂടി പോകേണ്ട കാര്യമില്ല. അവൻ ഏതായാലും നരകത്തിലേക്ക് തീരുമാനിക്കപ്പെട്ടവൻ നരകാഗ്നിയിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടുകയാണ്. അങ്ങനെ സർവ്വ കാഫിറുകളും മുശ്രിക്കുകളും അവരുടെ ആരാധ്യരുടെ പിന്നാലെ നരകത്തിയിലേക്ക് പോയി. അതേ അവസരത്തിൽ ഇനി ആരാ ബാക്കിയുള്ളത്? ഇനി അവിടെ ബാക്കിയുള്ളത്, നരകത്തിൽ വീഴാതെ ബാക്കിയുള്ളത് ഹദീസുകളിൽ കാണാം, ഹത്താ ഇദാ ലം യബ്ഖ ഇല്ലാ മൻ കാന യഅ്ബുദുല്ലാഹ തആല മിൻ ബർരിൻ വഫാജിരിൻ. ഇനി അവിടെ ബാക്കിയാകുന്നത് അല്ലാഹനെ മാത്രം ആരാധിച്ചവരാണ്. അല്ലാഹനെ മാത്രം ആരാധിച്ച ആളുകളെ ഇനി ബാക്കിയുള്ളൂ. മറ്റുള്ളവരൊക്കെ ആരാധിച്ച മുശ്രിക്കീങ്ങള് ആരെയൊക്കെ ആരാധിച്ചോ മുഴുവൻ ആളുകളും നരകത്തിയിലേക്ക് പോയി കഴിഞ്ഞു. ഇനി അവിടെ ബാക്കിയുള്ളത് അല്ലാഹനെ മാത്രം ആരാധിച്ച ആളുകളാണ്. അതിൽ മുഅ്മിനീങ്ങളായ നല്ലവരായ ആളുകളുണ്ട്, പാപികളായ ഫാജിറുകളായ ആളുകളും ഉണ്ട്. അള്ളാഹുവിനെ പേരിൽ ആരാധിച്ചവരും അതേ അവസരത്തിൽ അത്രയങ്ങ് യഥാർത്ഥമായ നിലക്ക് അതിൽ പാലിക്കാത്ത ആളുകളും, അങ്ങനെയുള്ള പലരും പാപികളും വിശ്വാസികളും ഒക്കെ ആ കൂട്ടത്തിൽ ബാക്കിയുണ്ട്. മുശ്രിക്കുകളെയും കാഫിറുകളെയും സംബന്ധിച്ച നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന്റെ ശേഷം അള്ളാഹു ഇനി ഈ വിഭാഗം ആളുകളുടെ കാര്യമാണ് പരിഗണിക്കാൻ പോകുന്നത്. ഇനി ഇവരാ അവിടെ ബാക്കിയുള്ളത്. മറ്റുള്ളവരൊക്കെ ഓരോരുത്തരുടെ പിന്നാലെ പോയി കഴിഞ്ഞു. റബ്ബല്ലാത്തവരെ ആരാധിച്ചവരും പൂജിച്ചവരുമൊക്കെ നരകാഗ്നിയിലേക്ക് നമ്മൾ വിശദീകരിക്കപ്പെട്ടതുപോലെ എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞു. ഇനി ബാക്കി കാത്തു നിൽക്കുകയാണ് റബ്ബിനെ മാത്രം ആരാധിച്ച ആളുകൾ. മഹ്ശറിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, എവിടേക്കും പോകാതെ അവരവിടെ തന്നെ നിൽക്കുന്ന നേരത്ത് അതാഹും റബ്ബുൽ ആലമീൻ സുബ്ഹാനഹു വ തആല, റബ്ബുൽ ആലമീൻ അതാ അവരുടെ സമീപത്തേക്ക് വരുന്നു. അല്ലാഹ് വരികയാണ്.
അള്ളാഹു അവൻ അനുയോജ്യമായ നിലക്ക് ഈ സമൂഹത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അവർക്ക് പരിചയമില്ലാത്ത, തീരെ പരിചയമില്ലാത്ത രൂപത്തിലാ വരുന്നത്. എന്നിട്ട് അല്ലാഹ് അവരോട് ചോദിക്കും, ഫമാദാ തൻതളിറൂൻ, എന്താ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? നിങ്ങൾ ആരെയാണ് കാത്തു നിൽക്കുന്നത്? ഓരോ സമുദായവും അവരാരാധിച്ചവരുടെ പിറകെ പോയി കഴിഞ്ഞല്ലോ. എന്തേ നിങ്ങൾ പോകാതെ ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നത്? നിങ്ങൾ ആരെയാ കാത്തു നിൽക്കുന്നത്? ഇതൊക്കെ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് നിങ്ങൾ കേൾക്കുന്നത്. ഖാലു, അവര് പറയും, യാ റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഫാറഖ്ന അന്നാസ ഫിദ്ദുനിയ അഫ്ഖറ മാ കുന്നാ ഇലൈഹിം വലം നുസാഹിബുഹും. ഞങ്ങൾക്ക് ഈ ലോകത്തേക്കാൾ ആവശ്യമുള്ളത്, ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് മനുഷ്യരെ ആവശ്യമുണ്ടായിരുന്ന കാലത്ത് വരെ, അവരെ കൊണ്ട് സഹായം കിട്ടിയിരുന്ന ദുനിയാവിൽ വരെ ഞങ്ങൾ അവരുടെ പിന്നാലെ കൂടാൻ പോയിട്ടില്ല. അവരുടെ മാർഗം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അവരുടെ വഴിയിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. ഞങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെയും ഇത്തരം കക്ഷികളോട് വിട്ടുപിരിഞ്ഞു വിട്ടുനിന്നവരാണ്. ഞങ്ങൾ അവരോട് സഹവസിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഞങ്ങൾ ആരാധിച്ച ഞങ്ങളുടെ റബ്ബിനെ ആകുന്നു. ഞങ്ങൾ ഞങ്ങളുടെ അള്ളാനെ കാത്തു നിൽക്കുകയാണ്, ഞങ്ങളുടെ റബ്ബിനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല പറയും, അന റബ്ബുക്കും, ഞങ്ങളുടെ റബ്ബാണ്, ഞാനാണ് നിങ്ങൾ കാത്തു നിൽക്കുന്ന റബ്ബെന്ന് പറയുമ്പോൾ ആ വിശ്വാസികൾ പറയും, നഊദു ബില്ലാഹി മിൻക, താങ്കളിൽ നിന്ന് അല്ലാഹുവിനോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. ലാ നുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കൂല. നിങ്ങളല്ല അല്ലാഹ്, നിങ്ങൾ അല്ലല്ല, നിങ്ങൾ ഞങ്ങളുടെ റബ്ബല്ല എന്ന് 2-3 തവണ പറയും. അപ്പൊ അല്ലാഹ് ചോദിക്കും, നിങ്ങൾക്ക് അല്ലാഹനെ മനസ്സിലാക്കാൻ വല്ല മാർഗങ്ങളുണ്ടോ? ഹൽ ബൈനകും വബൈനഹു ആയത്തുൻ ഫതഅരിഫൂനഹു ബിഹാ, നിങ്ങൾക്ക് റബ്ബിനെ മനസ്സിലാക്കാൻ, സാക്ഷാൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വല്ല അടയാളങ്ങളും നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ മുഅ്മിനീങ്ങൾ പറയും, നഅം, ഉണ്ട്, ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അതെന്താണ്? റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യൗമ യുക്ശഫു അൻ സാഖ്, കണങ്കാല് വെളിപ്പെടുത്തിക്കൊണ്ട് റബ്ബ് വരുന്ന ദിവസം, റബ്ബ് കണങ്കാല് വെളിവാക്കിക്കൊണ്ട് വരുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റബ്ബ് കണങ്കാല് വെളിവാക്കിക്കൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരും. എന്താ അള്ളാന്റെ കണങ്കാല്? എങ്ങനെയാണ് ആ വെളിവാക്കല്? എങ്ങനെയാ അള്ളാന്റെ വരവ്? ഇതൊന്നും ആലോചിച്ച് സൃഷ്ടികളെ പോലെ എന്ന് ഒരാളുടെയും മനസ്സിൽ വരണ്ട. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഗുണങ്ങള്, വിശേഷണങ്ങളൊക്കെ പറയുമ്പോ സുന്നത്ത് ജമാഅത്തിനൊരു രീതിയുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കണ്ണുകൾ, അള്ളാഹുവിന്റെ വിരലുകൾ, അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി, അള്ളാഹു ചിരിക്കുന്നു, അള്ളാഹു കോപിക്കുന്നു, അള്ളാഹു വരുന്നു, അള്ളാഹു ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നിടത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരു രീതിയുണ്ട്. അതെന്താ? അള്ളാഹ് പറഞ്ഞതുപോലെ അങ്ങ് വിശ്വസിക്കും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞതെങ്കിൽ അതപ്പടി വിശ്വസിക്കും. അതേതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെ എന്ന് ഉപമ പറയുകയില്ല, വ്യാഖ്യാനിച്ചു ഒപ്പിക്കുകയില്ല. മറ്റേതെങ്കിലും നിലക്ക് അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹ് പറഞ്ഞിട്ടുള്ള യഥാർത്ഥമായ ആ ആശയത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് സംസാരിക്കൂല. ഇതാണ് സുന്നത്ത് ജമാഅത്ത് നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള തത്വം. അപ്പൊ ഇതിന് അനുയോജ്യമായി കൊണ്ടാണ് ഇവിടെയും മനസ്സിലാക്കേണ്ടത്. റബ്ബവന്റെ കണങ്കാല് വെളിപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ, അങ്ങനെ റബ്ബ് വരുന്ന നേരത്ത് ഫലാ യബ്ഖാ, ബാക്കിയുണ്ടാവില്ല, മൻകാന യസ്ജുദു ലില്ലാഹ് മിൻ തിൽഖാഇ നഫ്സിഹി, സ്വന്തം ഇഷ്ടപ്രകാരം ആത്മാർത്ഥമായി റബ്ബിന് ദുനിയാവിൽ വെച്ച് സുജൂദ് ചെയ്തവർ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി വീഴുന്നതാണ്. അള്ളാഹ് അങ്ങനെയാണ് വരുന്ന സമയത്ത് സർവ്വ വിശ്വാസികളും എന്ത് ചെയ്യും? അള്ളാഹിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യും. അതന്നെ ഞങ്ങളുടെ അടയാളം, അതന്നെ ഞങ്ങളുടെ റബ്ബിനെ മനസ്സിലാക്കാനുള്ള ഞങ്ങളുടെ അടയാളം. അതേ അവസരത്തിൽ വലാ യബ്ഖാ മൻ കാന യസ്ജുദു ഇത്തിഖാഅൻ വരിയാഅൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി സുജൂദ് ചെയ്തവരുമുണ്ടല്ലോ കൂട്ടത്തിൽ. അവര് വിശ്വാസം ഉറക്കാതെ സുജൂദ് ചെയ്തവരാണ്. അങ്ങനത്തെ കക്ഷികൾക്ക് റബ്ബ് അങ്ങനെ വെളിവാക്കി റബ്ബ് അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ സുജൂദ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുമെങ്കിലും ഇല്ലാ ജഅലല്ലാഹു ദഹ്റഹു, അവന്റെ മുതുക് ആക്കി തീർക്കും തബഖത്തൻ വാഹിദത്തൻ, ഒരൊറ്റ രൂപത്തിലുള്ള കട്ടിയായി മാറുകയാണ്. അവന്റെ മുതുക് വളയുന്നില്ല,
അവന്റെ ഊര വളയുന്നില്ല. കുല്ലമാ റാദാൻ യസ്ജുദ ഖറ അലാ ഖഫാ, സുജൂദിനു വേണ്ടി അവൻ ഉദ്ദേശിച്ചാൽ തന്നെ അവനങ്ങ് പെരടി കുത്തി വീഴുകയാണ്. മലർന്നടിച്ച് വീഴാ അല്ലെങ്കിൽ കവിന്നടിച്ച് വീഴാന്നല്ലാതെ സുജൂദ് ചെയ്യാൻ അവന് കഴിയൂല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരവസ്ഥയിലേക്കാണ് മനുഷ്യൻ എത്തിച്ചേരുക. അതുകൊണ്ട് റബ്ബേ, നിന്റെ ആ വരവുണ്ടാകുമ്പോ, അതല്ലെങ്കിൽ ഞങ്ങളോട് ഞങ്ങളുടെ നാഥന്റെ വരവിനെ പറ്റി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ തന്നെ ആ പറഞ്ഞ അടയാളങ്ങളോട് വീണ്ടും മുഅ്മിനീങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ, എന്നിട്ട് റബ്ബ് പറയും അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയുമ്പോ വിശ്വാസികൾ ഒന്നടങ്കം പറയും അൻത റബ്ബുനാ, റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അങ്ങനെ മുഴുവൻ വിശ്വാസികളും ആ ഖുർആൻ പറഞ്ഞതുപോലെ ഹദീസിൽ വന്നതുപോലെ മുഴുവൻ സുജൂദിലായിട്ട് വീഴാണ്. അതേ അവസരത്തിൽ സുജൂദ് ആത്മാർത്ഥമായി നിർവഹിക്കാത്ത മുനാഫിക്കിന് അവന്റെ നടുനിവരാതെ അവൻ ഒരു വീഴ്ച വീഴാണ് എന്നാണ് ഹദീസുകളിൽ നിന്ന് വളരെ കൃത്യമായി ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ സർവലോക പരിപാലകനായ റബ്ബിനെ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അവര് ശിർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ അവരിൽ പാപികളുണ്ട്, മുനാഫിക്കുകളുണ്ട്, പല രൂപത്തിലുള്ള ആളുകളുണ്ട്. കുഫറിലെത്തുന്ന, ശരിക്കും കുഫറിലെത്തുന്ന നരകത്തിന്റെ അടിത്തട്ടിൽ എന്ന് പറഞ്ഞ മുനാഫിക്കുകളല്ല ഈ പറയുന്നത്. അവര് പാലത്തിന്മേൽ കയറുമ്പോഴേക്ക് തന്നെ നരകാഗ്നിയിലേക്ക് വീണുപോയി. അതല്ലാത്ത ആളുകള്, അത്തരത്തിലുള്ള മുനാഫിക്കീങ്ങൾക്കും പ്രത്യേകമായ നിലക്ക് സിറാത്തിലൂടെ ഒരു മുന്നോട്ടുള്ള ഗമനമുണ്ട് എന്ന്, നരകത്തിയിലേക്ക് വീഴ്ത്തപ്പെടുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ ഒരു കഠിനമായ ശിക്ഷ അവർക്ക് വേറെയും വരാനുണ്ടെന്ന് ചില ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്നിടത്ത് വെച്ച് നമുക്ക് പറയാനുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ റബ്ബിനെ ശരിക്കും വിശ്വസിച്ച് ആ അർത്ഥത്തിൽ റബ്ബിന് സുജൂദ് ചെയ്ത് അവന്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് ജീവിച്ച മുഅ്മിനീങ്ങളായ ആളുകൾ, അവരിൽ തന്നെയും പാപം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, പാപികളുണ്ട്, ദോഷികളുണ്ട്, എന്നാലും മുഅ്മിനുകളാണ്, മുവഹിദുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ നേരിട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമല്ല, ആ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്ക് റബ്ബ് പാലം അങ്ങ് നിർമ്മിക്കുന്നു, ഒരു പാലം ഇടപെടുകയാണ്. അതാണ് സിറാത്ത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയാണ്, സുമ്മ യുദ്റബുൽ ജിസ്റു അലാ ജഹന്നം, പിന്നീട് ജഹന്നമിന്റെ മീതെയായി കൊണ്ടൊരു പാലം എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ജിസ്ർ ഇവിടെയൊക്കെ പ്രയോഗിക്കുന്നതാണ് പാലം. പാലം തന്നെ ചില ആളുകളൊക്കെ അത് പറഞ്ഞ് നിഷേധിക്കുകയാണ്. ഇപ്പോ ചില മൗലവിമാരൊക്കെ ഇപ്പൊ പറയാണ് ജിസ്ർ പാലം എന്ന് എവിടെയും വന്നിട്ടില്ല, അതൊക്കെ അന്ധവിശ്വാസമാണ്, അങ്ങനെ ഒരു പാലമൊന്നുമില്ല. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ജിസ്ർ എന്ന് തന്നെയാ പറഞ്ഞത്. സുമ്മ യുദ്റബുൽ ജിസ്റു അലാ ജഹന്നം, ജഹന്നമിന്റെ മീതെ ഒരു ജിസ്ർ വെക്കപ്പെടും. ആ ജിസ്ർ പാലത്തിന്മേൽ ആളുകൾ കയറുമ്പോഴേക്ക് പ്രവാചകന്മാരിങ്ങനെ ശഫാഅത്ത് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാഹുവിനോട്, അള്ളാഹിനോട് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. ഓരോ സമുദായവും അതിലേക്ക് കയറുമ്പോഴൊക്കെ സർവ പ്രവാചകന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും, അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹ് രക്ഷപ്പെടുത്തണേ, അല്ലാഹ് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിയാക്കൾ മുഴുവനും ഉണ്ടാകും അവിടെ. ഹദീസിന്റെ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ ഹദീസുകളിൽ വന്ന പദപ്രയോഗങ്ങളുടെ വെളിച്ചത്തിൽ അവർ വിശദീകരിച്ച് കാണാം. വസ്സിറാത്തു മൻസൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിയുടെ മുകളിലൂടെയായിക്കൊണ്ട് നിവർത്തപ്പെടുന്ന, അതല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് സിറാത്ത്. വഹുവൽ ജിസ്റു, അതൊരു പാലം തന്നെയാണ്. അല്ലദീ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗ്ഗ നരകങ്ങൾക്കിടയിലായി സ്ഥാപിക്കപ്പെടുന്ന പാലം തന്നെയാണത്. എന്നിട്ട് ഈ വിശദീകരണങ്ങൾ നൽകിയതിന്റെ ശേഷം മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫീ കൈഫിയതിഹി, ഇതിന്റെ രൂപത്തെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഫമിൻഹും മൻ ഖാല, ഇങ്ങനെ പറഞ്ഞവരുണ്ട്, ത്വരീഖുൻ വാസിഉൻ, വിശാലമായ ഒരു സ്ഥലമാണത്, പാതയാണത്. യമുറുന്നാസു അലാ ഖദരി അഅമാലിഹിം, മനുഷ്യന്മാര് അവരുടെ അമലിന്റെ തോതനുസരിച്ച് അതിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം അതിനവർ തെളിവായി പറഞ്ഞത്
അള്ളാഹുവിന്റെ റസൂലെ ആ പാലത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, വിധങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് വമൽ ജിസ്റു, എന്താണ് ഈ പാലം? അപ്പൊ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ദഹ്ലുൻ മസില്ലത്തുൻ ഫീഹി ഖതാതീഫ് വകലാലീബ് വഹസകുൻ തകൂന ബിനജ്ദ് ഫീഹാ ശുവൈകത്തുൻ യുഖാലു ലഹ സഅദാൻ. റസൂലുള്ളാഹി വിശദീകരിച്ച് തന്നിട്ടുണ്ട്, ആ പാലം അത് വളരെ വഴുവഴുപ്പുള്ള പാലമാണ്, തെന്നി വീണു പോകുന്ന പാലമാണ്, അതിൽ കൊളുത്തുകളുണ്ട്. ആ പാലത്തിന്റെ ഇരുവശത്തുമായി കൊണ്ട് മനുഷ്യനെ പിടിച്ചു വലിച്ച് നരകത്തിലേക്ക് ഇടാനും മാന്തി മുറിയാക്കുവാനും അതുപോലെ തന്നെ ആക്രമിക്കപ്പെടുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട പ്രത്യേകമായ പാലമാണ്. അതിന്മേൽ കൊളുത്തുകളുണ്ട്, കൊടിലുകളുണ്ട്, ചവണകളുണ്ട്. പ്രത്യേകമായി ഓ സഹാബിമാരെ, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സഅദാൻ മുള്ള പോലത്തെ മുള്ളുകളുണ്ട് മരുഭൂമിയിൽ. അന്നവർക്ക് പരിചയമുള്ള സഅദാൻ മുള്ളിനെ ഉപമിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലത്തെ കൂർത്തുമൂർത്ത മുള്ളുകൾ പോലെയുള്ള മുള്ളുകൾ പിടിച്ചു കൊളുത്തി വലിക്കാനും മുറിപ്പെടുത്താനും ഒക്കെയുള്ള മുള്ളുകളും കൊളുത്തുകളുമൊക്കെ അതിന്മേൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു മഹാനായ സ്വഹാബി പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു, എന്ത്? അൽ ജിസ്ർ, ഈ പാലം എന്ന് പറയുന്നത് അദഖു മിനശ് ശഅരി വ അഹദ്ദു മിനസ് സൈഫ്, മുടിയേക്കാൾ വളരെ നേരിയതാണ്, മുടിയേക്കാൾ നേരിയതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ് എന്നെനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു സഹാബി ആ കാര്യം പറയുമ്പോൾ അത് നബിതങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ആവാനേ തരമുള്ളൂ എന്നതിന്റെ വെളിച്ചത്തിൽ അങ്ങനെ വളരെ സൂക്ഷ്മമായ ലോലമായ, അതല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായ നിലക്കുള്ള ഒരു പാലമാണത്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഏതിന്റെ മുകളിലൂടെയും ആരെയും കൊണ്ടുപോകാൻ കഴിവുള്ള റബ്ബ് വഴുക്കലും വീഴലുമൊക്കെ നടത്തണമെങ്കിൽ വിശാലത വേണമെന്നൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എവിടെയും എന്തും സ്ഥാപിക്കുവാൻ കഴിവുള്ളവനായ റബ്ബ് എന്താണ് സംവിധാനിച്ചത് എന്ന് നമുക്ക് കൃത്യമായി രണ്ടും ഖണ്ഡിതമായി പറയാൻ നമുക്ക് കഴിയില്ല. രണ്ടിനും സാധ്യതകളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരണം കൊടുത്തത്. രണ്ടായിരുന്നാലും അതൊരു സാങ്കല്പികമോ അതല്ലെങ്കിൽ ഒരു ആലങ്കാരികമായ പ്രയോഗമോ ഒന്നുമല്ലെന്നും യഥാർത്ഥത്തിലുള്ള ഒരു പാലം തന്നെയാണത് എന്നതിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. പഴച്ചുപോയ കക്ഷികൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ട്. മുഅ്തസിലത്ത് നിഷേധിച്ചിട്ടുണ്ട്, ഖവാരിജ് നിഷേധിച്ചിട്ടുണ്ട്, ഇന്നും സിറാത്തിനെ നിഷേധിക്കുന്ന മൗലവിമാരുണ്ട്, പല ആളുകളുമുണ്ട്, പല കക്ഷികളുമുണ്ട്. നന്ദിയിൽ വെച്ചൊരു സംവാദം നടന്നപ്പോ അവിടെയും പല ആളുകളുടെ മുമ്പിൽ വെച്ചും നമ്മുടെ ഇപ്പുറത്തുള്ള പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങൾ സിറാത്ത് നിഷേധികളാണ്, നിങ്ങൾ സിറാത്തിനെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെ ഒരു പാലം എവിടെയില്ല എന്ന് പറഞ്ഞവരാണ് എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് നിന്ന് സഹീഹായ ഹദീസുകളിൽ വന്ന ജിസ്ർ എന്ന പ്രയോഗം തന്നെ വായിച്ച് കേൾപ്പിച്ചിട്ടും അനങ്ങാൻ സാധിച്ചില്ല. നിഷേധിക്കുകയാണ്, ബുദ്ധിക്ക് കൊള്ളുന്നില്ല. എന്ത് പാലം? നരകത്തിന്റെ തീന്റെ മീതെ ഒരു പാലട്ടാവിന് അത് കരിഞ്ഞു വീഴൂലേ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നത്. എന്താണ് മനസ്സിലാക്കിയത്? പരലോകത്തെ പറ്റി ദുന്യാവിനെ പോലെ താരതമ്യപ്പെടുത്തി സംസാരിക്കുക. എന്താണ് അവിടുത്തെ തീ, അതല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സംവിധാനം? അള്ളാഹുവിന്റെ റസൂലിനാൽ നമുക്ക് പഠിപ്പിച്ചിരുന്നു കഴിഞ്ഞു. അത് മത്തിന് ജഹന്നം, അതല്ലെങ്കിൽ ബൈന ദഹ്റാനൈ ജഹന്നം, ജഹന്നമിന്റെ മീതെ സ്ഥാപിക്കപ്പെടുന്ന ജിസ്ർ തന്നെയാണ്, പാലം തന്നെയാണ് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എന്താ ദുന്യാവിൽ വെച്ച് ചെയ്യേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ അവന്റെ ഇഷ്ടപ്രകാരം സ്പീഡിൽ പോകുന്നതല്ല. ഫയമുറുൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ അതിന്റെ മുകളിലൂടെ അങ്ങ് കടന്നു കഴിഞ്ഞു പോകും. കതറഫിൽ ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് വിശ്വാസികൾ അതിലൂടെ പാസ് ചെയ്യും. ആദ്യമായി ആ പാലത്തിലൂടെ വളരെ സ്പീഡിൽ അങ്ങ് മുന്നോട്ട് പോയി മറുകര പറ്റുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അന അവ്വലു മൻ യുജീസ്, ആ പാലത്തിലൂടെ ആദ്യമായി മറുകര പറ്റി കടന്നു പോകുന്നത് ഞാനായിരിക്കും. എന്നിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അതിന്റെ ഓരത്തിനൊന്നുകൊണ്ട്, അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ, എന്റെ ഉമ്മത്തിനെ
ഉമ്മത്തിനെ സലാമത്താക്കണേ എന്നിങ്ങനെ ആ സിറാത്തുമ്മേൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മുഅ്മിനീങ്ങൾ അതിന്റെ മീതെ കൂടി അങ്ങ് സഞ്ചരിക്കുമ്പോഴേക്ക് കതറഫിൽ ലൈനി കണ്ണിമ വെട്ടുന്ന സ്പീഡ് കൊണ്ട് പാലം മുറിച്ച് കിടക്കുന്നവരുണ്ട്. വക്കൽ ബർഖി മിന്നൽ പിണറിന്റെ വേഗതയിൽ മുറിച്ച് കിടക്കുന്നവരുണ്ട്. വക്കരീഹ് കാറ്റു വേഗതയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. വക്കത്തൈരി പക്ഷികൾ പറക്കുന്ന സ്പീഡിൽ പോകുന്നവരുണ്ട്. വകഅജാവീദിൽ ഖൈലി വരികാബ് ഒട്ടകങ്ങളും കുതിരകളുമൊക്കെ മുന്നോട്ട് പോകുന്നത് പോലെ സ്പീഡിൽ പോകുന്നവരുമുണ്ട്. അങ്ങനെ പോകുന്നവരൊക്കെ ആരാ സ്പീഡ് നിയന്ത്രിക്കുന്നത്, ആരാത് മനസ്സിലാക്കുന്നത്? സ്വന്തം ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ പോകാനാ. നബി തങ്ങൾ പറഞ്ഞു, തജ്രീ ബിഹിം അഅമാലുഹും, അവരുടെ അമലുകൾക്കനുസരിച്ചാണ് ആ സ്പീഡ്. അമലുകൾക്കനുസരിച്ചാണ് ആ സ്പീഡ്. അല്ലാതെ സിറാത്ത് പാലത്തും കയറിയ ഒരാൾ വിചാരിക്കുന്ന സ്പീഡിലല്ല പോകുന്നത്. അതേ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരണം കൊടുത്തു. വലാകിന്ന സൈറ അലാ ഹസബി സുറതിഹി ഫീ ഖബൂലി ശരീഅതി ഫീ ഹാദിഹി ദുനിയാ. ഈ ലോകത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ ശരീഅത്ത് എത്രത്തോളം സ്പീഡിൽ ആളുകൾ സ്വീകരിച്ചുവോ, അള്ളാന്റെ ഖുർആനും നബി തങ്ങളുടെ ഹദീസുകളും അടങ്ങുന്ന ഇസ്ലാമിക ശരീഅത്ത് സ്വീകരിക്കുന്നതിൽ എത്രത്തോളം സ്പീഡ് ആളുകൾക്കുണ്ടായിരുന്നോ അത്രത്തോളം സ്പീഡിലാണ് പരലോകത്ത് അവര് സിറാത്ത് മുറിച്ച് കിടക്കുന്നത്. ഫമൻ കാന സരിയൻ, ആർക്ക് സ്പീഡ് ഉണ്ടായിരുന്നുവോ, ഫീ ഖബൂലി മാ ജാഅത് ബിഹി റുസുലു, പ്രവാചകന്മാര് പഠിപ്പിച്ച സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ഒക്കെ സ്വീകരിക്കുന്നതിൽ ഏതൊരു മനുഷ്യന് എത്ര തോതിൽ സ്പീഡ് ഉണ്ടായിരുന്നു, കാന സരീഅൻ ഫീ ഉബൂരി സിറാത്ത്, ആ പാലം മുറിച്ചു കിടക്കുന്നതിലും അവന് അതേ സ്പീഡ് തന്നെ. ഇവിടെ അള്ളാന്റെ നിയമങ്ങൾ കേട്ടപ്പോ എത്ര സ്പീഡിൽ അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായോ അത്ര സ്പീഡ് സിറാത്ത് പാലം കിടക്കുമ്പോ അവർക്കൊക്കെ കിട്ടും. അതേ അവസരത്തിൽ അള്ളാന്റെ നിയമങ്ങൾ കേട്ടപ്പോ അത് ചെവി കൊടുത്തില്ല, അതിലേക്ക് ചിന്തിച്ചില്ല. ഒരൽപ്പം അലസതയും അതുപോലെ തന്നെ എന്തിലും പിന്നോട്ട് നിന്നവർ ആ പാലം മുറിച്ചു കിടക്കുന്നതിൽ അവരും പിറകോട്ട് തന്നെ. ഇത് അഖീദത്തുൽ വാസിത്തിയ എന്ന പ്രസിദ്ധമായ അഖീദയുടെ ഗ്രന്ഥത്തിന് ആധുനിക പണ്ഡിതനായ മുഹമ്മദ് സാലിഹുൽ ഉസൈമിൻ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുള്ള വിശദീകരണം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ വിശ്വാസികൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഹദീസിൽ കാണാം, വനബിയുക്കും ഖായിമുൻ അലസ്സിറാത്ത്, നിങ്ങളുടെ നബി അദാ സിറാത്തിന്മേൽ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ഖൂലു, അവിടുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, റബ്ബി സല്ലിം റബ്ബി സല്ലിം സല്ലിം, എന്റെ റബ്ബേ രക്ഷപ്പെടുത്ത് 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 എന്നിങ്ങനെ നബി തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സ്പീഡിൽ പല സ്പീഡിലുള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. തായജി അർറജുലു ഫലാ യസ്തതിഉ സൈറ ഇല്ലാ സഹ്ഫാ, സഹീഹ് മുസ്ലിമിൽ തന്നെ കാണാം. അങ്ങനെ ഒരാൾ വരും, അയാൾക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല, ഇല്ലാ സഹ്ഫാ, അയാൾ ഇങ്ങനെ അയാളുടെ ആസനമിട്ട് നിരങ്ങിയിട്ടാ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിരങ്ങി നീങ്ങി പോകുന്നവരുമുണ്ട്, വീഴ്ത്തപ്പെടുന്നവരുമുണ്ട്. വഅലാ ഹഫതൈ സിറാത്തി കലാലീബു മുഅല്ലഖത്തുൻ മഅമൂറത്തുൻ ബിഅഖ്ദി മൻ ഉമിറത് ബിഹി ഫമഖ്ദൂസുൻ നാജിൻ വമഖ്ദൂസുൻ ഫിന്നാർ. ആ സിറാത്തിന്റെ ഇരു പാർശ്വങ്ങളിലുമായി കൊണ്ട് കൊളുത്തി വലിക്കുന്ന ചങ്ങലകളും കൊടിലുകളും കുടുക്കുകളുമൊക്കെയുണ്ട്. അവയോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആ ചങ്ങലകളോട് കുടുക്കുകളോട് ചവണകളോട് കുടിലുകളോട് കൽപ്പന കൊടുത്തിട്ടുണ്ട്. ബിഅഖ്ദി മൻ ഉമിറത് ബിഹി, റബ്ബിന്റെ ഓർഡറുള്ളവരെ പിടിച്ച് നരകത്തിലിടാൻ. നരകത്തിയിലേക്ക് വീഴേണ്ട പാപികൾ ആരാണെങ്കിൽ അവരാ പാലം മുറിച്ച് കടക്കൂല, അവരെ പിടിച്ച് കൊളുത്തി വലിച്ച് നരകത്തിയിലേക്ക് തള്ളിയിടും. അങ്ങനെ ഫമഖ്ദൂസുൻ നാജിൻ, മുറിവുകൾ മാത്രം ഏറ്റുകൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്. ആ കൊളുത്തിൽ നിന്നുള്ള മുറിവുകളും മറ്റൊക്കെ ഏറ്റിട്ട്
പാലം മുറിച്ചു കടന്ന് നരകത്തിൽ വീഴാതെ രക്ഷപ്പെടുന്ന ഫമഖ്ദൂസുൻ നാജിൻ, രക്ഷപ്പെടുന്ന മുറിവുകളേറ്റുകൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്. അതേ അവസരത്തിൽ മഖ്ദൂസുൻ ഫിന്നാർ അഅദനല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നരകത്തിയിലേക്ക് വീഴ്ത്തപ്പെടുന്നവരുമുണ്ട്. ഓരോ സമുദായം പോകുമ്പോഴും അന്നത്തെ ദിവസം അമ്പിയാക്കൾ മുഴുവനും ദുആ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്ത്, അല്ലാഹുവേ രക്ഷപ്പെടുത്ത് എന്നിങ്ങനെ സമുദായങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഹനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു ദിവസം ഇവിടെയൊക്കെ ജീവിതത്തിൽ നാളെ പരലോകത്ത് വെച്ച് അഭിമുഖീകരിക്കാനുണ്ട്. അത് നിഷേധിച്ചാരും നരകം വാങ്ങണ്ട. അത് നിഷേധിക്കാനാ പലർക്കുമെന്ന് താല്പര്യം. അതുകൊണ്ട് ആ നിലക്കുള്ള കഠോരമായ ഒരു വലിയ ഒരു രംഗം മുന്നോട്ട് പോകാനുണ്ട്. അതിന് നമ്മൾ അവിടെ രക്ഷപ്പെടണമെങ്കിൽ എത്രത്തോളം അള്ളാന്റെ നിയമങ്ങൾ എത്ര സ്പീഡിൽ നമ്മൾ സ്വീകരിക്കുന്നു അത്ര സ്പീഡ് അവിടെ ഉണ്ടാകുന്നാണല്ലോ വിശദീകരിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ നിയമങ്ങളോട് എത്രത്തോളം പിന്നോട്ട് നിൽക്കുന്നു അത്രയും പിറകോട്ടായിരിക്കും ആ പാലം മുറിച്ച് കിടക്കൽ. വളരെ ഗുരുതരമായ ഏറ്റവും വലിയ പ്രതിസന്ധിയാണത്. അള്ളാഹുവിനോട് ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി ദുന്യാവിൽ വെച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും അവിടെ സുരക്ഷിതമായ നിലക്ക് മറുകര വറ്റാൻ സ്വർഗത്തിലെത്താനുള്ള തൗഫീഖിന് വേണ്ടി നിരന്തരം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും ഏറ്റവും നല്ല നിലക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പോരായ്മകൾ അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. സിറാത്തിലൂടെ അതിശീഘ്രം മുന്നോട്ട് കുതിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കൊളുത്തി വലിക്കപ്പെട്ടുകൊണ്ട് നരകാഗ്നിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന പാപികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.